for n less than or equal to 4, but it is not solvable for n greater than or equal to 5. So we have to prove Sn is solvable when n is less than or equal to 4. That means for S1, S2, S3, S4 are solvable, and from Sy onwards it is not solvable. Sy, S6, etc. are not solvable. Okay. If m less than n, then by Cayley's theorem, by Cayley's theorem we know that Cayley's theorem states that every group is isomorphic to a group of permutations. So m less than n ആണെങ്കിൽ SM എന്ന് പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് SN ആണ്. എവറി ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു എ ഗ്രൂപ്പ് ഓഫ് പെർമുട്ടേഷൻസ് അല്ലേ. സോ m ലെസ് ദാൻ n ആയത് കാരണം SMനകത്ത് SNനകത്ത് SMൻ്റെ അതേ ഓർഡർ ഉള്ളൊരു സബ് ഗ്രൂപ്പ് കാണും. സോ അതുകൊണ്ട് തന്നെ SM ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് SN ആണ്. ഓക്കെ. സിൻസ് ബൈ തിയറം G20 പറയുന്നത് എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സോൾവബിൾ ഗ്രൂപ്പ് ഈസ് സോൾവബിൾ എന്നാണ്. സോ ഇറ്റ് സഫിസസ് ടു ഷോ ദാറ്റ്. സോ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും പ്രൂവ് ചെയ്താൽ മതി. S4 ഈസ് സോൾവബിൾ ആൻഡ് S5 ഈസ് നോട്ട് സോൾവബിൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട SN ഈസ് സോൾവബിൾ ഫോർ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആകുമ്പം SN സോൾവബിൾ ആണ്. സോ നമ്മൾ S4 സോൾവബിൾ എന്ന് കാണിച്ചാൽ ഈ തിയറം എന്താ പറയുന്നത്, എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സോൾവബിൾ ഗ്രൂപ്പ് ഈസ് സോൾവബിൾ. സോ അതുകൊണ്ട് S4 സോൾവബിൾ ആണെങ്കിൽ S4ൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും സോൾവബിൾ ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, m ലെസ് ദാൻ n ആണെങ്കിൽ SM ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് SN. അപ്പം S1ഉം S2ഉം S3 ഒക്കെ കൺസിഡർ ചെയ്താൽ ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു എ എന്താണ് S1, S2, S3 കൺസിഡർ ചെയ്താൽ S1, S2, S3 ആർ ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് S4 ആണ്. സോ S4 സോൾവബിൾ ആണെങ്കിൽ അപ്പോൾ എന്താണ്, ഈ സബ് ഗ്രൂപ്പ്സ് എല്ലാം സോൾവബിൾ ആയിരിക്കും. കാരണം നമ്മൾ ഈ തിയറം G20 പറയുന്നത് ഒരു സോൾവബിൾ ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും സോൾവബിൾ ആണ്. സോ അതുകൊണ്ട് S4ൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും സോൾവബിൾ ആണ്. S4ൻ്റെ സബ് ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കും S1, S2, S3 കെയ്ലീസ് തിയറം വെച്ചിട്ട്. സോ അതുകൊണ്ട് S1, S2, S3 സോൾവബിൾ എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് S4 മാത്രം സോൾവബിൾ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെയ്ലീസ് തിയറം G20 ഇവിടെ പറയുന്നത്. ആൻഡ് S5ൻ്റെ കേസിൽ എന്താ കാണിക്കേണ്ടത്, അടുത്ത് നമുക്ക് കാണിക്കേണ്ടത് SN ഈസ് നോട്ട് സോൾവബിൾ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അതിനുവേണ്ടി എന്ത് കാണിച്ചാൽ മതി, ഈ S5 മാത്രം നോട്ട് സോൾവബിൾ എന്ന് കാണിച്ചാൽ മതി. ഇനി S5 നോട്ട് സോൾവബിൾ ആണ്, അപ്പോൾ S6 നോട്ട് സോൾവബിൾ എന്ന് കിട്ടണമല്ലോ. നമ്മൾ S6 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം, S5 ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് എന്തായിരിക്കും, S6 ആയിരിക്കും. ബൈ കെയ്ലീസ് തിയറം S5 ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് S6 ആയിരിക്കും. S5 നോട്ട് സോൾവബിൾ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ S6ൻ്റെ ആ സബ് ഗ്രൂപ്പ് എന്തായിരിക്കും, നോട്ട് സോൾവബിൾ ആയിരിക്കും. ഇനി ഒരു ഗ്രൂപ്പ് സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും സോൾവബിൾ ആണെന്നാണ്. അപ്പോൾ നമുക്ക് S6ൻ്റെ ഒരു സബ് ഗ്രൂപ്പ് സോൾവബിൾ അല്ല, അതുകൊണ്ട് തന്നെ എന്താകാൻ പറ്റില്ല, S6ന് സോൾവബിൾ ആകാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് S7ഉം S8ഉം അങ്ങോട്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഉള്ള ഏതെടുത്തു കഴിഞ്ഞാലും S5 അതിൻ്റെ ഏതെങ്കിലും സബ് ഗ്രൂപ്പായിട്ട് ഐസോമോർഫിക് ആണ്. S5 നോട്ട് സോൾവബിൾ ആയതിനാൽ ആ സബ് ഗ്രൂപ്പും നോട്ട് സോൾവബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ S6ഓ S7ഓ S8ഓ ഇതിനേക്കാൾ വലിയ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 വരുന്ന ഒരെണ്ണവും സോൾവബിൾ ആകത്തില്ല. ഓക്കെ. സോ അതുകൊണ്ട് നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കെയ്ലീസ് തിയറം G20യും ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് മാത്രം പ്രൂവ് ചെയ്താൽ മതി, S4 സോൾവബിൾ ആണ്, S5 നോട്ട് സോൾവബിൾ ആണ്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ S4 സോൾവബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ടു പ്രൂവ് S4 സോൾവബിൾ നമ്മൾ S4ൻ്റെ ഒരു നോർമൽ സീരീസ് ഞാനിവിടെ എടുക്കുകയാണ്. S4 സൂപ്പർ സെറ്റ് ഓഫ് A4 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് S4ൻ്റെ. ഓക്കെ. സോ S4 സൂപ്പർ സെറ്റ് ഓഫ് A4 സൂപ്പർ സെറ്റ് ഓഫ് V സൂപ്പർ സെറ്റ് ഓഫ് 1 ഈസ് എ നോർമൽ സീരീസ്. ഇത് അതിൻ്റെ ഒരു നോർമൽ സീരീസ് ആണ്. വേർ V ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4. V എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് S4 ഓഫ് ഓർഡർ 4 ആണ്. ഈ ഒരു നോർമൽ സീരീസ് അതിന് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. S4 സോൾവബിൾ ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, S4ന് ഒരു നോർമൽ സീരീസ് ഉണ്ടാകും വിത്ത് അബീലിയൻ ഫാക്ടർ ഗ്രൂപ്പ്സ്. സോ നമുക്ക് നോർമൽ സീരീസ് ഇവിടെ കിട്ടി. ഇങ്ങനെ നോർമൽ സീരീസ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഇവിടെ V എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 വരും. ഒന്നിൽ കൂടുതൽ നോർമൽ സീരീസ് എക്സിസ്റ്റ് ചെയ്യും സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4. ഈ V ഇവിടെ രണ്ട് രീതിയിൽ വരാം. സോ അതുകൊണ്ടാണ് ജനറലായിട്ട് V എന്ന് പറയുന്നത് കൊടുക്കുന്നത്. സോ V ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4. ഇങ്ങനത്തെ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് S4 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. സോ ഇങ്ങനത്തെ സീരീസ് അതിന് എക്സിസ്റ്റ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സീരീസ് എടുക്കുന്നത്. ഇനി നമുക്ക് എന്തും കൂടെ പ്രൂവ് ചെയ്താൽ മതി, ഫാക്ടർ ഗ്രൂപ്പ്സ് അബീലിയൻ ആണ്. സോ ഞാൻ കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യുകയാണ്. എന്താണ് ദ കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ്സ് ഹാവ് ഓർഡേഴ്സ്. കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ്സ് എടുത്ത് എന്തൊക്കെയാണ് വരുന്നത്,
S4/A4, A4/V ആൻഡ് V/Z1 ഓരോന്നിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. ഓർഡർ ഓഫ് S4/A4 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഓർഡർ ഓഫ് S4/ഓർഡർ ഓഫ് A4 അല്ലേ? സോ അത് ഓർഡർ ഓഫ് S4 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് A4ൻ്റെ ഓർഡർ 4 ഫാക്ടോറിയൽ ബൈ 2 ചെയ്യുമ്പോൾ 2 കിട്ടും. ഇനി അടുത്ത ഫാക്ടർ ഗ്രൂപ്പ് A4/V, അതിൻ്റെ ഓർഡർ ഓഫ് A4/ഓർഡർ ഓഫ് V. ഓർഡർ ഓഫ് A4 4 ഫാക്ടോറിയൽ ബൈ 2, ഓർഡർ ഓഫ് V 4 ആണ്. സോ അതുകൊണ്ട് 4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ഇനി അടുത്ത V/Z1, അതിൻ്റെ ഓർഡർ ഓഫ് V/ഓർഡർ ഓഫ് Z1. ഓർഡർ ഓഫ് V 4, ഓർഡർ ഓഫ് Z1 1. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പം ഫാക്ടർ ഗ്രൂപ്പ്സിൻ്റെ ഓർഡേഴ്സ് നമുക്ക് കിട്ടി 2, 3, 4 ഇതാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്നൊരു റിസൾട്ടാണ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ. സിൻ എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെസ് ദാൻ 6 ഈസ് അബീലിയൻ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഫാക്ടർ ഗ്രൂപ്പ്സ് എല്ലാം എന്താണ്? ഓർഡർ ലെസ് ദാൻ 6 ആണ്. അതുകൊണ്ട് ഫാക്ടർ ഗ്രൂപ്പ്സ് എല്ലാം അബീലിയൻ ആണ്. സോ നമുക്ക് S4ൻ്റെ ഒരു നോർമൽ സീരീസ് കിട്ടി വിത്ത് ഫാക്ടർ ഗ്രൂപ്പ്സ് അബീലിയൻ എന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് എന്ത് പറയാം? S4 ഈസ് സോൾവബിൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് S5 നോട്ട് സോൾവബിൾ എന്ന് കാണിക്കണം. സോ അതിനുവേണ്ടി ഞാൻ S5 ആദ്യം സോൾവബിൾ ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യണം. സോ അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാം? S5 നോട്ട് സോൾവബിൾ എന്ന്. സോ സപ്പോസ് ദാറ്റ് S5 ഈസ് സോൾവബിൾ. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ തിയറം G20 എന്ന് പറയുന്ന ആദ്യം പറഞ്ഞായിരുന്നു. ഒരു ഗ്രൂപ്പ് സോൾവബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും സോൾവബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ദെൻ ഇറ്റ് സബ് ഗ്രൂപ്പ്സ് A5, S5ൻ്റെ ഓൾട്ടർനേറ്റിംഗ് സബ് ഗ്രൂപ്പ് A5 ഉറപ്പായിട്ടും എന്തായിരിക്കും? സോൾവബിൾ ആയിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ A5, നമ്മൾ തിയറം G31 പ്രൂവ് ചെയ്തത് A5 ഈസ് സിമ്പിൾ എന്നാണ്. ഓക്കെ, ബൈ തിയറം 31 A5 ഈസ് സിമ്പിൾ. A5 സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇറ്റ്സ് ഓൺലി നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? A5ഉം Z1ഉം ആയിരിക്കും. അതിൻ്റെ ഓൺലി നോർമൽ സബ് ഗ്രൂപ്പ് A5 സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരേ ഒരു നോർമൽ സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് A5ഉം Z1ഉം മാത്രം. സോ അതിൻ്റെ ഇറ്റ്സ് ഓൺലി നോർമൽ സീരീസ് എന്ത് മാത്രമായിരിക്കും? A5 സൂപ്പർ സെറ്റ് ഓഫ് Z1. സോ ഇതായിരിക്കും അതിൻ്റെ ഒരേ ഒരു നോർമൽ സീരീസ് A5 എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ. ഓക്കെ, സോ ദ ഓൺലി ഫാക്ടർ ഗ്രൂപ്പ്, സോ A5ൻ്റെ ഒരേ ഒരു ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? A5/Z1. ഒരേ ഒരു ഫാക്ടർ ഗ്രൂപ്പേ ഇവിടെ ഉള്ളൂ. ബട്ട് നമുക്കറിയാം ഏതൊരു ഗ്രൂപ്പ് എടുത്താലും ഇപ്പം ജനറലായിട്ട് G/Z1 എന്ന് പറയുന്ന ഐസോമോർഫിക് ടു G ആണ്. അത് ഓൾജിബ്രയിലുള്ളൊരു റിസൾട്ടാണ്. G/Z1 ഈസ് ഐസോമോർഫിക് ടു G. ഇവിടെ അതുകൊണ്ട് തന്നെ A5/Z1 എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു A5 ആയിരിക്കും. നമുക്കറിയാം A5 നോൺ അബീലിയൻ ആണ്. കാരണം എന്താണ്? അത് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പാണ്. അതിനകത്ത് പെർമ്യൂട്ടേഷൻസ് ആണ് വരുന്നത്. പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ A5 നോൺ അബീലിയൻ ആണ്. A5/Z1 A5ആയിട്ട് ഐസോമോർഫിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? A5/Z1 ഈസ് ഓൾസോ നോൺ അബീലിയൻ എന്ന് കിട്ടും. ഇപ്പം നമുക്ക് എന്താണ്? A5 എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മൾ എടുത്തത്. A5ൻ്റെ സിമ്പിൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു നോർമൽ സീരീസ് കിട്ടി. എന്നാൽ അതിനൊരേ ഒരു നോർമൽ സീരീസേ ഉള്ളൂ. നമ്മൾ കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ്സ് എടുത്തപ്പം നമുക്ക് കിട്ടി ഫാക്ടർ ഗ്രൂപ്പ് നോൺ അബീലിയൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A5 ഈസ് നോട്ട് സോൾവബിൾ. അതെന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? S5 സോൾവബിൾ ആണ്. S5 സോൾവബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും സോൾവബിൾ ആണ്. അപ്പോൾ A5ഉം സോൾവബിൾ ആണെന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ എന്നാൽ A5 സിമ്പിൾ ആയതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A5 നോട്ട് സോൾവബിൾ എന്ന് കിട്ടും. അത് ഒരു കോൺട്രഡിക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? നമ്മുടെ അസംഷൻ തെറ്റാണ്. സോ S5 എന്ന് പറയുന്നത് സോൾവബിൾ എന്ന് എടുത്തുകൊണ്ടല്ലേ A5 സോൾവബിൾ എന്ന് കിട്ടി. സോ നമ്മുടെ അസംഷനാണ് തെറ്റ്. സോ S5 ഈസ് നോട്ട് സോൾവബിൾ.